കടലിൽ അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഫിഷറീസ് മന്ത്രി എവിടെയെന്ന ചോദ്യം ശക്തമാകുന്നു. മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ പെടുന്നിടത്തും മരണങ്ങൾ ഉണ്ടാകുന്നിടത്തും ഒന്നും ഫിഷറീസ് മന്ത്രിയെ കാണാനേ ഇല്ല. അബ്ദുൽ ഗഫൂറിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയിൽ സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകും. ദിലീപ്, ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത് കഴിഞ്ഞ 1.5 ആഴ്ചയായി മത്സ്യത്തൊഴിലാളികൾ തുടർച്ചയായ അപകടത്തിൽപ്പെടുകയും അവിടെ തിരച്ചിൽ നടത്തി പലരെയും കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സ്ഥലങ്ങളൊന്ന് സന്ദർശിക്കുകയോ ആ വിഷയത്തിൽ കാര്യമായൊരു ഇടപെടൽ നടത്തുകയോ ഒന്നും ഈ ഫിഷറീസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല. അതായത് ഈ ഫിഷറീസ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ പോലും കേരളത്തിലെ ആളുകൾക്ക് അറിയാത്തൊരവസ്ഥയാണ്. ഇങ്ങനൊരു മന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനൊരു മന്ത്രി ഉണ്ടോ എന്ന് തിരിച്ചു ചോദിക്കും. ഗൗതം, തീർച്ചയായും ഗൗതം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പ്രത്യേകിച്ച് നിലവിലത്തെ ഫിഷറീസ് മന്ത്രി ആരാണെന്ന ചോദ്യത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് പോലും അവർക്ക് തന്നെ വ്യക്തതയില്ല. പ്രത്യേകിച്ച് ഏകദേശം 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ് കാണാതായ ഷിജിൻ്റെയും അതോടൊപ്പം തന്നെ ജോസിനെയും കണ്ടെത്തുന്നതിന് വേണ്ടി ഏകദേശം 10 ദിവസമായിട്ട് പോലും ആ ഒരു സ്ഥലം സന്ദർശിക്കാൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി പോലും എത്തിയിട്ടില്ല. ആകെ എത്തിയത് CP ജോൺ മന്ത്രി, അതായത് ഗതാഗത മന്ത്രിയായ CP ജോൺ മാത്രമാണ് മുതലപ്പുഴയിലും അതോടെ തന്നെ വിഴിഞ്ഞത്തും എത്തിയത്. അതേസമയം എന്തുകൊണ്ടാണ് ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്താത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് കേരള സർക്കാരും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും നിലവിൽ ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ കാണിക്കുന്ന ഈ ഒരു അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കാണാതായവർക്ക് വേണ്ട തിരച്ചിലും ഇന്നും തുടരുകയാണ്. പ്രത്യേകിച്ച് സ്കൂബ ടീം അടക്കമുള്ളവരാണ് ഇത് നേതൃത്വം നൽകി ഈ തിരച്ചിൽ ആരംഭിക്കുന്നതും. അതേസമയം 10 ദിവസം പിന്നിട്ടിട്ട് പോലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതുപോലും മുൻകാലങ്ങളിലും ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാണാതായിട്ടുണ്ട് എന്ന രീതിയിലൊരു പരിഹാസ രൂപേണയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനെതിരെ ശക്തമായി തന്നെ അവരുടെ കുടുംബങ്ങൾ, അത് കാണാതായവരുടെ കുടുംബാംഗങ്ങൾ ശക്തമായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതോടെ തന്നെ മുഖ്യമന്ത്രി മാപ്പ് നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അതിന് തക്കതായ മുഖവരിക്ക് പോലും എടുക്കാത്തൊരു നിലപാടാണ് ഇപ്പോഴത്തെ UDF സർക്കാർ എടുക്കുന്നതും. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഈ ബന്ധുക്കൾക്കെതിരെ സൈബർ ആക്രമണവും നടത്തുന്നുണ്ട്. അതും ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ദിലീപ്, എന്തായാലും വ്യക്തമാണ്, ഫിഷറീസ് മന്ത്രി എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഇത്രയധികം ദുരന്തങ്ങൾ, അപകടങ്ങൾ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നു. വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഒന്നും മന്ത്രിയില്ല, മന്ത്രിയുടെ പ്രതികരണമില്ല. ഈ സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. ദിലീപ് കുറ്റിച്ചൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.